മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സിറോ മലബാർ സഭയിലെ ഏകീകരിച്ച കുർബാനക്രമം ഇന്നു മുതൽ നടപ്പാക്കും. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം പരിഹരിച്ചെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിട്ടില്ല. വിശ്വാസികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരാമെന്ന് സഭാ നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് അൽമായ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വൈദികർ ഉൾപ്പെടുന്ന വിശ്വാസ സംരക്ഷണ സമിതിയും ജനാഭിമുഖ കുർബാനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറെക്കാലമായുള്ള പ്രതിസന്ധിയാണ്. എന്തായാലും ഔദ്യോഗികമായി ഈ ഒരു കുർബാന ക്രമം നടപ്പാക്കുകയാണ് ഇന്നു മുതൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും ഈ പ്രതിഷേധം തുടരുമെന്ന് കണക്കാക്കണമോ? എന്താണ് വിശ്വാസികളും അതോടൊപ്പം ഈ ഒരു ജനാഭിമുഖ കുർബാന മതി എന്നുള്ള നിലപാടിലുള്ള വൈദികരും ഒക്കെ പറയുന്നത്? എന്തായിരിക്കാം ഇനിയുള്ള നീക്കങ്ങൾ? ആര്യ, സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. സെൻറ് തോമസ് ഡേ ആണ്. സഭ സ്ഥാപിതമായൊരു ദിവസം എന്നെല്ലാം തന്നെ പറയുന്ന സെൻറ് തോമസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏകീകൃത കുർബാന, സിനഡ് തീരുമാനിച്ച കുർബാന അർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പല തർക്കങ്ങളും ഇതിനിടയിൽ ഉണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങളാണ് ഒടുവിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക്, പൂർണ്ണമായിട്ടല്ല എങ്കിൽ കൂടിയും ഒരു സമവായം എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മറ്റ് കടമുള്ള ദിവസങ്ങൾ, അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളുടെ ഇതിൽ കുർബാനകളിൽ അന്ന് കൂടുതൽ കുർബാനകൾ ഉണ്ടാകാം. അതിൽ ഏതെങ്കിലും ഒരു കുർബാന ഏകീകൃത കുർബാനയാകണം എന്ന രീതിയിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കവും എതിർപ്പും എല്ലാം തന്നെ വളരെ രൂക്ഷമായിരുന്നെങ്കിലും അതിനോട് അവർ ചെറിയ രീതിയിലെങ്കിലും സമരസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എവിടെയെങ്കിലും തർക്കങ്ങളുണ്ടായാൽ, വിശ്വാസികൾ എതിർപ്പുയർത്തിയാൽ അവിടെ ജനാഭിമുഖ കുർബാന, പഴയ പോലെ ജനാഭിമുഖ കുർബാന ചൊല്ലാമെന്നൊരു ഉറപ്പ് സഭ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ ചർച്ച നടത്തിയ അൽമായ മുന്നേറ്റം ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ചൊല്ലിയില്ലെങ്കിൽ കടുത്ത നടപടികളടക്കം നേരത്തെ പറഞ്ഞിരുന്നു. അത്തരം നടപടികൾ ഉണ്ടാകില്ല എന്ന രീതിയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കുർബാന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു ആദ്യ കുർബാന കാര്യങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലും പൂർത്തിയാകുന്നു. അപ്പോൾ 3 കുർബാനയടക്കം ഇന്ന് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നെല്ലാം ഏകീകരിച്ച കുർബാനയാകും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഒരു സ്ഥിതി. എവിടെയെങ്കിലും ഇതുവരെയും മറ്റു തർക്കങ്ങളോ കാര്യങ്ങളോ വന്നതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഈ ദിവസം അത് നടപ്പാക്കിയിട്ടുണ്ടോ, അത് എവിടെയെങ്കിലും എതിർപ്പുയർന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഒപ്പം വൈദികർ ഉൾപ്പെടുന്ന അതിരൂപത സംരക്ഷണ സമിതിയുടെ ഒരു നിലപാട് ജനാഭിമുഖ കുർബാനയായിരിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഔദ്യോഗിക കുർബാന ആകേണ്ടത് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ വൈദികർക്കെതിരെ വന്നാൽ അന്ന് തന്നെ സഭാ നേതൃത്വവുമായുള്ള ഈ ഒരു കരാറിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല, പൂർണ്ണമായും എവിടെയും സ്വച്ഛമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം തർക്കങ്ങളും കേസുകളും നിലനിൽക്കുന്ന പള്ളികളുണ്ട് കുർബാന സംബന്ധിച്ച്. ആ പള്ളികളിലെല്ലാം തന്നെയും പഴയ രീതിയിൽ ജനാഭിമുഖ കുർബാന തന്നെ ആയിരിക്കുമെന്ന കാര്യങ്ങൾ, കേസ് പിൻവലിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഏത് കുർബാന എന്ന രീതിയിൽ ഒരു ചോയ്സിലേക്ക് പോകുന്നുള്ളൂ. അല്ല എങ്കിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്നൊരു നിലപാടുമാണ് വിമത വിഭാഗം എന്ന് പറയുന്ന അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയും എല്ലാം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് പൂർണ്ണതയിൽ ഈ തീരുമാനം നടപ്പാക്കിയോ എന്നറിയാൻ നമ്മൾ കുറച്ചുകൂടി തന്നെയും കാത്തിരിക്കേണ്ടിയും വരും. അറിയാം, തീർച്ചയായും അതാണ് സാഹചര്യം. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.